നമസ്തേ, ഏവർക്കും ഗംഗോത്രി വേദിക്സിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കർക്കിടക വാവുബലി ഓഗസ്റ്റ് 3-ാം തീയതി ശനിയാഴ്ചയാണോ 4-ാം തീയതി ഞായറാഴ്ചയാണോ എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംശയം ഉണ്ടായതെന്ന് നമുക്ക് നോക്കാം. ഓഗസ്റ്റ് 3-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 3:50 വരെയുള്ള സമയം ചതുർദശിയാണ്. 3:50 ശേഷമാണ് കറുത്തവാവ് അതായത് അമാവാസി തുടങ്ങുന്നത്. ഇത് ഓഗസ്റ്റ് 4-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 4:42 വരെ നീണ്ടു നിൽക്കുന്നു. സാധാരണയായി ശ്രാദ്ധം കണക്കാക്കുന്നത് അസ്തമയത്തിന് 6 നാഴിക മുമ്പ്, അതായത് 2 മണിക്കൂർ 24 മിനിറ്റ് മുമ്പ് മുതൽ ഏത് നക്ഷത്രമാണോ ഉള്ളത് അല്ലെങ്കിൽ തിഥിയാണോ ഉള്ളത് അതിനെയാണ്, അല്ലെങ്കിൽ ആ തിഥിയെ അല്ലെങ്കിൽ ആ നക്ഷത്രത്തെയാണ് ശ്രാദ്ധമായി കണക്കാക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ അസ്തമയം 6 മണിക്കാണെന്ന് വിചാരിക്കുക. ഒരു 3:36 ശേഷമുള്ള നക്ഷത്രം ഏതാണോ അല്ലെങ്കിൽ തിഥി ഏതാണോ അതിനായിരിക്കും ശ്രാദ്ധം ഇടാനായി നമ്മൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇവിടെ വന്നപ്പോൾ 3:50 മുതൽ അമാവാസിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് 3-ാം തീയതി നമുക്ക് ശ്രാദ്ധമായി കണക്കാക്കുന്നത്. 4-ാം തീയതി ഞായറാഴ്ച വരുമ്പോൾ വൈകുന്നേരം സൂര്യാസ്തമയത്തിന് മുമ്പ് 6 നാഴിക അല്ലെങ്കിൽ 2 മണിക്കൂർ 24 മിനിറ്റ് കറുത്തവാവില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞായറാഴ്ചയല്ല ശനിയാഴ്ചയാണെന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് ശനിയാഴ്ച 3:50 ശേഷമുള്ള സമയവും ഞായറാഴ്ച രാവിലെ പ്രഭാതത്തിലുള്ള സമയത്തിലും നമുക്ക് ശ്രാദ്ധകർമ്മങ്ങൾ അല്ലെങ്കിൽ പിതൃബലി ഇടാവുന്നതാണ്. എന്നാൽ ചില സ്ഥലങ്ങളിൽ പ്രാദേശിക അടിസ്ഥാനത്തിൽ വടക്കോട്ടൊക്കെ ഈ പിതൃബലി കഴിഞ്ഞതിന് ശേഷം ചില കർമ്മങ്ങൾ ചെയ്യാറുണ്ട്. അകത്ത് വെച്ച് കൊടുക്കുക, വാവ് കൊള്ളുക, വെള്ളം കൂടി നടത്തുക, ഇലയട ഉണ്ടാക്കി വിളക്കത്ത് വയ്ക്കുക, ഇങ്ങനെയുള്ള ചില കർമ്മങ്ങൾ. അതായത് അകത്ത് വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പിതൃക്കൾക്ക് ഇഷ്ടമുള്ള ചില ഭക്ഷണ സാധനങ്ങൾ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ആരും കാണാതെ വിളക്കിന് മുമ്പിൽ വെക്കുന്നൊരു സമ്പ്രദായമുണ്ട്. അതായത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള നോൺ വെജ് കാണും, കള്ള് കാണും, ഇങ്ങനെയുള്ള സമ്പ്രദായങ്ങൾ. ചിലയിടത്ത് തെക്കൻ കേരളത്തിലാണെങ്കിൽ ഇലയട ഉണ്ടാക്കിയിട്ട് അതും പഴവും കരിക്കുമൊക്കെ വിളക്കത്ത് വെക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഇത് വാവ് ബലി ഇട്ടതിന് ശേഷം അന്ന് രാത്രിയിലാണ് ചെയ്യുന്നത്. ഇവിടെ ഞായറാഴ്ച അത് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഞായറാഴ്ച രാത്രിയിൽ സൂര്യാസ്തമയ സമയത്ത് കറുത്തവാവില്ല, അന്ന് പ്രഥമയാണ്. അത് ശനിയാഴ്ചയാണ് കറുത്തവാവ് രാത്രിയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യേണ്ടത് 3-ാം തീയതി രാത്രിയിലാണ് ചെയ്യേണ്ടത്. എന്നാൽ ബലികർമ്മങ്ങൾ മാത്രം ഇടുന്നവർക്ക് വേണമെങ്കിൽ ഞായറാഴ്ചയും ബലി ഇടാം. എന്നാൽ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ 3-ാം തീയതി അപരാഹ്നത്തിൽ നിങ്ങൾക്ക് ബലികർമ്മം ഇട്ടതിന് ശേഷം 3-ാം തീയതി ഇതുപോലുള്ള ചില ഈ ചെയ്യുന്ന പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കാവുന്നതുമാണ്. അപ്പോൾ 3-ാം തീയതി ശ്രാദ്ധകർമ്മം അല്ലെങ്കിൽ പിതൃബലി ചെയ്യുന്നവർ 2-ാം തീയതി വ്രതം, അതായത് ഒരിക്കൽ ഊണ് അല്ലെങ്കിൽ അതിനുള്ള വ്രതങ്ങളും കാര്യങ്ങളും അനുഷ്ഠിച്ചിരിക്കണം. 4-ാം തീയതിയാണ് ശ്രാദ്ധകർമ്മം ചെയ്യുന്നതെങ്കിൽ 3-ാം തീയതി ഒരിക്കലൂണും വ്രതങ്ങളും കാര്യങ്ങളും ചെയ്യണം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചിട്ടയും കാര്യങ്ങളും. അപ്പോൾ സ്വാഭാവികമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3-ാം തീയതി വൈകുന്നേരം 3:50 ശേഷവും ഞായറാഴ്ച രാവിലെയും ബലിതർപ്പണം ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് ഈ പറഞ്ഞ് വന്നതിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ എല്ലാവർക്കും ആ ഒരു സംശയം മാറിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.